ഈ താങ്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയോടെ പറയാൻ ഒരുപക്ഷെ രഞ്ജിത്ത് ഇസ്രയേലിന് സാധിക്കുമായിരിക്കും. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ കരയിലുണ്ട് അർജുൻ എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ഇന്നലെ വരെ താങ്കൾക്ക്. ഇന്നത്തെ തെരച്ചിലിന് ശേഷം എന്താണ് രഞ്ജിത്തിന് പറയാനുള്ളത്? അതിനിടയ്ക്ക് വന്ന ഒരുപാട് പ്രതിബദ്ധങ്ങളുണ്ട്, താങ്കളെ അടക്കം തടഞ്ഞ സാഹചര്യവും ഉണ്ടായി. എന്താണ് പറയാനുള്ളത്? കരയിലില്ല എന്ന് ഉറപ്പിക്കുകയാണോ? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്ന് GPS ലൊക്കേറ്റ് ഭാരത് ബെൻസിൻ്റെ GPS ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്താണ് സെർച്ച് നടന്നത്. സെർച്ച് നടത്തിയതുകൊണ്ട് ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഇന്ത്യ ആർമി റഡാർ എത്തിച്ചായിരുന്നു. ആ റഡാർ പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു 18 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഒബ്ജക്റ്റ് നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളും GPS വെച്ച് നോക്കിയപ്പോൾ അവിടെ ലൊക്കേറ്റ് ചെയ്തും ഈ ആർമി വന്ന റഡാറിൻ്റെ ഒരു പിൻബലത്തിൽ കണ്ടതായതുകൊണ്ട് ഒരുപാട് കോൺഫിഡൻസ് ആയിരുന്നു അവിടെ നിന്ന് ഈ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ 1 മണിയായപ്പോഴത്തേക്ക് അതല്ലെന്ന വലിയൊരു കല്ല് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അവിടെ ഒരു 80% 90% ആ സൈഡിലെ മണ്ണ് മാത്രം നീങ്ങുള്ളൂ. ഇനി മണ്ണ് കുറച്ച് ബാക്കിയോടെ ഇടീ സ്ഥലത്ത് സ്പോട്ടിൽ നീങ്ങാൻ തന്നെ ഉണ്ടത്. ഇപ്പോഴും അത് വൈകുന്നേരം വരെ 6 മണി വരെ നീങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടുള്ള ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പുഴയോട് ചേർന്നുള്ള ലാൻഡ് ഏരിയയാണ്. അവിടെ ഒരുപാട് മണ്ണ് ഇതിനു മുമ്പിൽ കൊണ്ടവർ ഇട്ടിരുന്നു ഈ സ്ഥലം നീക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സ്ഥലത്തും ആ ഒരു ലാൻഡിലുണ്ടെന്നാണ് കൂടുതൽ വിശ്വസിക്കാൻ കാര്യം. ഈ മൊബൈൽ ഫോൺ 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക്കായിട്ടുള്ള പ്രൂഫ് വന്നിട്ടില്ല, സയൻറ്റിഫിക്കൽ പ്രൂഫ് കൈ വന്നിട്ടില്ല. അല്ലാതെ ഈ 2 ദിവസം അല്ലാതെ ഇവരെ ആൾക്കാർ തന്നെ അറിഞ്ഞ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ട് ജിതിൻ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം റിങ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുഴയിൽ പോയ ഒരു മൊബൈൽ ഒരിക്കൽ കാരണവശാൽ റിങ് ആവത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ക്ലിയർ കട്ട് ഈ മണ്ണിനടി സെഡിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രക്ക് ഇനി എടുക്കാൻ പറ്റൂ. കാരണം പുഴയിലെ അടിയിലെ ഫ്ലോ എന്ന് പറഞ്ഞാൽ നല്ല കറണ്ടാണ്, നല്ല വലിച്ച് കുത്തൊഴുക്കുള്ള നല്ല പുഴയാണ്, ഭയങ്കര കുത്തൊഴുക്കുള്ള പുഴയാണ്. അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തങ്ങി നിൽക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം 1-ാം ദിവസം തൊട്ട് ഇന്ന് വരെ 7-ാം ദിവസം വരെ നേവി അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, NDRF വാട്ടർ യൂണിറ്റ് അടി സെർച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് വല്ല അവിടെ കാണുന്നെങ്കിൽ പോയി അത് നോക്കുന്നുണ്ട്. ഇന്നലെ കണ്ട ഒരു വുഡ് മാത്രമായിരുന്നു, മറ്റെല്ലാം അതിൻ്റെ ട്രക്കിൻ്റെ ഭാഗമായിട്ട് ഒന്നും തന്നെ ഇല്ല. നാളെ പിന്നെ ഡ്രഡ്ജ് ആവശ്യപ്പെട്ടു. ഡ്രഡ്ജ് അതായത് ഇതിൻ്റെ ആ ലാൻഡ് സ്ലൈഡിങ് കഴിഞ്ഞിട്ട് നടുക്ക് 1-2 ദ്വീപുകൾ പോലെ പെട്ടിട്ടുണ്ട്. മണ്ണിനടിയിൽ അവിടവല ഉണ്ടെങ്കിൽ ട്രക്കത്തെ ഉണ്ടെങ്കിൽ അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിക്കൊണ്ട് ആ ഒരു ദ്വീപ് അത് മൊത്തം പൊളിച്ചുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള കാര്യം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഭൂമോ ഈ ഡ്രഡ്ജെ കൊണ്ടുവരാൻ 2 പാലങ്ങളുണ്ട്. 2 പാലങ്ങൾ അങ്ങനെ ചില സാങ്കേതിക തടസ്സങ്ങൾ MLA പറഞ്ഞായിരുന്നു. എല്ലാവിധ മാക്സിമം പറഞ്ഞല്ലോ എല്ലാ സെർച്ചും ചെയ്യുകയാണ്. എവിടെയെങ്കിലും ഒരു ഡൗട്ടെല്ലാം ക്ലിയർ തന്നെ പോവാണ്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ പുഴക്കരയിൽ മണ്ണ് കൊണ്ടിട്ടു എന്ന് പറഞ്ഞല്ലോ, അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ സവാദ് എന്ന ഈ ഒരു വ്യക്തി ആ ഭാഗത്തൂടെ പോയതാണല്ലോ, അപകടത്തിന് മുൻപ് ആ മേഖലയിലൂടെ പോയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പുലർച്ചെ 5:30 അർജുൻ്റെ വാഹനം അർജുൻ കിടക്കുന്നതൊക്കെ കണ്ടത്. അതിന് ശേഷമുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് എവിടെയാണ് ആ ലോറി കിടന്നതെന്നൊക്കെ കുറച്ചുകൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതേക്കുറിച്ച് നിങ്ങളെ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വ്യക്തത കൈവരുകയല്ലേ ഏത് ഭാഗത്തായിരിക്കും, എവിടെ കൂടുതൽ കുഴിക്കണമെന്നതിൽ? ഈ സാറ്റലൈറ്റ് വിഷ്വൽസ് വന്നപ്പോൾ തന്നെ ആവശ്യപ്പെട്ടാണ്. അതായത് ഇസ്രോയുടെ ISROയുടെ ഈ ഇതുണ്ടെങ്കിൽ അവരുടെ ഇമേജസ് എന്തായാലും കാണും. കാരണം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എന്തായാലും അറിയാൻ പറ്റും. അവരുടെ ക്ലിയർ കട്ടായിട്ടുള്ള ഇമേജാണ് വന്നപ്പോൾ തന്നെ അത് ആവശ്യപ്പെടുകയാണ്. കാരണം എല്ലാവിധ ടെക്നോളജിയും എല്ലാവിധ മാക്സിമം DRDO അവരുടെയൊക്കെ എന്തായാലും ഈ എക്യുപ്മെൻസിൻ്റെ കാര്യത്തിലാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ആർമി കൊണ്ടുവന്ന ഇന്ന് റഡാർ അത് യാതൊരുവിധ പ്രയോജനം ചെയ്തില്ലെന്ന്. അതെന്താണെന്ന് രഞ്ജിത്ത് വിശദീകരിക്കാമോ? ആർമിയുടെ റഡാർ ഗുണം ചെയ്തില്ല. നാളെ ഇപ്പോൾ NDRFന്റെ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുവന്ന് അവരുടെ ഉപദേശം തേടാനിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ സൈന്യം ഇന്നലെ വന്ന് എല്ലാം നോക്കി പോവുകയാണല്ലോ. അപ്പോൾ അവിടുത്തെ സാഹചര്യം അറിയാം, ഏതൊക്കെ തരത്തിലുള്ള പരിശോധന വേണം എന്നറിയാം. എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് താങ്കൾക്കും സമ്മതിക്കാനാവില്ല. താങ്കൾ തന്നെ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ തന്നെ നമ്മുടെ മീഡിയ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തരം സംവിധാനങ്ങൾ സൈന്യത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ എന്താണ് കൊണ്ടുവരാത്തത്? അത് ഞാൻ വേറെ സിവിലിയനാണ്. ഞാൻ പറഞ്ഞത് ഇത് 5-ാമത്തെ ദിവസത്തെ ഒരു സാധാരണ ഒരു രക്ഷാപ്രവർത്തനാണിത്. നമ്മുടെ ലാൻഡ് സ്ലൈഡും ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് വന്നതാണ്. മാക്സിമം നമുക്ക് 5-ാമത്തെ ദിവസം തന്നെ ആദ്യത്തെ ഒരു 4 ദിവസം 5-ാമത്തെ ദിവസം 3 മണിക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അത് അലംഭാവം മൂലം
ഒരുപാട് വൈകുമല്ലേ. 5 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആദ്യത്തെ എന്താണ് സംഭവം കറക്റ്റ് ഇൻസിഡൻറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് വെളിപ്പെട്ടില്ല. ആ കാര്യങ്ങളൊന്നും അഡ്മിനിസ്ട്രേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്, പോയി കറക്റ്റ് മണ്ണ് എങ്ങോട്ടൊക്കെ മാറ്റി. നമ്മൾ ആ മണ്ണ് കാണുന്നുണ്ട്. പുഴയിൽ ചേർന്നുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഇടത്തെ സൈഡ് മാറ്റിയേക്കാൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല GPS ലൊക്കേറ്റ് ചെയ്യുക ആവശ്യവും GPR NITയുടെ GPR വന്നാൽ ലൊക്കേറ്റ് ചെയ്യുക ആവശ്യവും അത് തീർത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ ആയി നോക്കിയത്. ഈ വെഹിക്കിൾ പാർക്ക് ചെയ്ത് ആ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവർ അബൌട്ട് 80% ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ലാൻഡ് 80% മണ്ണ് നീക്കാൻ കഴിഞ്ഞു. ഇന്നാണ് 80% മണ്ണ് നീക്കിയത് വൈകിട്ടത്തോടുകൂടി. പിന്നെയുള്ള അതിനേക്കാളും ഡബിളായിട്ട് മണ്ണാണ് ഈ പുഴയോട് ചേർന്ന് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് കിടക്കുന്നത്. അവിടെ ഇപ്പം ആ ഒരു 6 മീറ്ററോ സംതിങ് ഒരു റേഡിയസ് ഉള്ളൊരു റഡാറാണ് കൊണ്ടുവന്നത്. അത് ഈ പറയുന്ന പോലെ അയൺ ഓർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആവാം. അതുകൊണ്ട് വെഹിക്കിൾ തന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് കറക്റ്റ് സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇന്ന് അവരുടെ റഡാർ വെച്ച് ഉപയോഗിച്ച സ്ഥലത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ബാക്കി പുഴയോട് ചേർന്നുള്ളത്. പിന്നെ നാളെ കുറച്ച് നേവിയുടെ കുറച്ചും കൂടെ ആഴത്തോ ഡീപ്പ് ഡൈവേഴ്സ് വരുമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് പ്രായോഗികമായിട്ട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം രഞ്ജിത്ത്, അതാണ് അറിയേണ്ടത്. ഈ പുഴയുടെ കരയിൽ എന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിയിൽ ഇനി കുഴിക്കുന്നത്, പുഴ ഒന്നാമത് കുത്തിയൊലിച്ച് വരികയാണ്. അവിടെ കുഴിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടോ? അതാണോ മടിക്കുന്നത്? ഇല്ല, ഹൈ ബൂം ഒരു ഇത് ആവശ്യപ്പെട്ടൊരു ഹൈ ബൂം ഒരു ലെങ്ത് ഉള്ളത് വലിയൊരു ഹിറ്റാച്ചുവിൻ്റെ ബൂമിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ MLA സംസാരിച്ചുകൊണ്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എങ്ങനെ പിന്നെ ഡ്രഡ്ജിങ്ങിൻ്റെ ഒരു സാധനം, ഡ്രഡ്ജിങ്ങിൻ്റെ ഒരു മെഷീൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഐലൻഡ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് പുഴയുടെ നടുക്ക് അവിടെ വെള്ളം ഈ ഡെബ്രിസ് മാറ്റിക്കൊണ്ട് അല്ല പുഴയിൽ ഒഴുക്കി വിട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ട്രക്കിൻ്റെ എവിഡൻസ് കിട്ടാൻ പറ്റുമെന്നാണ്. കാരണം ട്രക്ക് എവിടെ പോകുന്നുള്ള വലിയ ചോദ്യമാണ്. ഇത്ര വലിയ ഹ്യൂജ് ട്രക്ക് എവിടെ പോകുന്നുള്ള വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഈ വാട്ടർ യൂണിറ്റ് 1 മുതൽ 7 ഇന്ന് വരെയുള്ള എല്ലാ ഇത് നോക്കിയിട്ടും വെള്ളത്തിൽ സമാന്തരമായിട്ടൊരു ഓപ്പറേഷൻ അത് സ്റ്റോപ്പായൊന്നും ആയിട്ടില്ല. അത് സമാന്തരമായിട്ടാണ് അവർ സെർച്ച് നടത്തുന്നുണ്ട്. വാട്ടറിൽ സെർച്ച് ഈ കരയിൽ നടക്കുന്ന പോലെ സെർച്ച് നടക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ നിഗമനം ഫുള്ള് ലാൻഡിൽ തന്നെ ആവുന്നതാണ് ഇപ്പോഴും. രഞ്ജിത്ത്, ഇന്നിപ്പോൾ 6:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച് എന്തുകൊണ്ടാണ് രഞ്ജിത്ത്? 2 കാര്യങ്ങൾ. ഇന്നിപ്പോൾ 6:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച് എന്തുകൊണ്ടാണ്? സൈന്യം പൂർണ്ണമായും മടങ്ങിയോ? ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്തായാലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമല്ലോ. ഇല്ല, സൈന്യം പൂർണ്ണമായിട്ട് മടങ്ങിയിട്ടില്ല. നാളെ കണ്ടിന്യൂ ചെയ്താണ് എനിക്ക് കിട്ടിയ വിവരം. അവരോട് സാറിനോട് സംസാരിച്ചപ്പോഴും ഇല്ല, മടങ്ങുന്നില്ല, നാളെ ഉണ്ടാവുന്നതിനാണ് അതിൻ്റെ CEO സാറ് പറഞ്ഞത്. പിന്നെ ഇന്ന് 6 മണിക്ക് 6:30 സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടെ 80% അവർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് എന്തൊക്കെ കുറേ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു 6 മണി 6:30 തന്നെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത്. കാരണം ഇന്ന് മഴയും കാര്യങ്ങളും ഇല്ലാണ്ട് 6:30 സ്റ്റോപ്പ് ചെയ്യും. ബാക്കി 20% പിന്നെ ഉള്ളത് ഇപ്പുറത്തെ ലാൻഡാണ് നോക്കേണ്ടത്. ഇനി ഈ ലാൻഡിൽ തന്നെ ഉണ്ടാവുന്നത് തന്നെയാണ് കൂടുതൽ പ്രതീക്ഷ. എനിക്ക് ഇപ്പോഴാണ് അന്നും ഇന്നും പറയുന്ന ലാൻഡിൽ തന്നെ കൂടുതൽ ഉണ്ടാവും ഈ ലോറി. ബാക്കി അല്ലെങ്കിൽ ആ ഒരു മണ്ണ് ഈ ഇങ്ങോട്ട് കൊണ്ട് അടിച്ച ഈ ഒരു വലത്തെ അതായത് ഇടന്ന് മാറി പുഴയോട് ചേർന്ന വശത്തേക്ക് കുറേ മണ്ണ് കുറേ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ട്രക്കിൻ്റെ മുകളിൽ തന്നെയാണ് കുറേ മണ്ണ് കിട്ടുന്നൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്താണെന്ന് അത് പൂർണ്ണമായിട്ട് സെർച്ച് കഴിഞ്ഞാൽ അറിയത്തുള്ളത് അവിടെ. പക്ഷേ ഈ ഇടത്ത വശത്ത് മണ്ണ് മാറ്റിയേക്കാൾ കൂടുതലും ഈ പുഴയോട് ചേർന്നാണ് ഈ മണ്ണ് കിടക്കുന്നത്. പുഴയോട് ചേർന്ന് അത് ലാൻഡ് തന്നെയാണ്. അതൊരു റിവർ ഭാഗമല്ല, ലാൻഡാണ്, കരഭാഗമാണ്. പുഴ ആ കര കഴിഞ്ഞിട്ടാണ് ചേർന്നാണ് പുഴ വരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.